ഒരു നിസ്സാര കാര്യം അപ്പോ 9 വർഷം ഉറങ്ങുകയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോ ഇറങ്ങാൻ പോകുന്ന സമയത്താണോ, ആ ഇരപ്പിടത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്താണോ നിങ്ങൾക്ക് ഇപ്പൊ ശബരിമല വികസിപ്പിക്കണം എന്ന് തോന്നിയത്? ഓരോ ഉടായിപ്പായിട്ട് ഇറങ്ങിക്കോളൂ. കഴിഞ്ഞ 9 വർഷം എന്തെടുക്കുകയായിരുന്നു സാർ? ഈ 9 വർഷം പിണറായി ആണല്ലോ 2 ടേമായിട്ട് ഭരിച്ചത്, കേരളം ഭരിച്ചത്. ഓർത്താ ഇപ്പോഴും പേടിയാവുന്നു. അല്ലെ, ഈ 9 വർഷം ശബരിമല വികസനത്തെ കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാത്ത ആൾക്കാർ ഇപ്പോ അവസാനം ഇറങ്ങാൻ സമയമായപ്പോ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് എന്തിനാണ്? എന്താ ദിടീരങ്ങനെ തോന്നാൻ കാരണം? ഈ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് കടന്നുകൂടാൻ പറ്റും. അല്ല, ഇറങ്ങാൻ സമയം നിങ്ങൾ ആര് പറഞ്ഞു? നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു രണ്ടാം പിണറായി സർക്കാർ അല്ല ഇറങ്ങാറൊന്നും ആയില്ല. അത് ഇവിടത്തെ ജനങ്ങൾ തീരുമാനിക്കും. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അയ്യപ്പനെതിരെ നവോത്ഥാന മതിൽ കെട്ടി ഞങ്ങൾ അയ്യപ്പ സ്വാമിക്കെതിരെ, ശബരിമലക്കെതിരെ ഞങ്ങൾ ആചാരലംഘനം നടത്തുമെന്ന് മൈക്കിൾ പ്രഖ്യാപിച്ച ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ചവന്മാരുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. നാട്ടിലുണ്ടെങ്കിൽ ആ പരിപാടിയിൽ ഉറച്ചു നിൽക്ക്, എന്നിട്ട് ജനങ്ങളോട് സംവദിക്കേ. എന്താ നിങ്ങൾക്കൊരു ട്വിസ്റ്റ്, എന്താ നിങ്ങൾക്കൊരു തിരിവ്, എന്താ നിങ്ങൾക്കൊരു യൂട്ടേൺ. ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഭയന്നോ? വിശ്വാസികളുടെ മുമ്പിൽ വിറച്ചോ? അത് വിശ്വാസികളെ അംഗീകരിച്ചോ? അതെ, ഇനി അവരെ കക്കാനാ, ഇനി അവരെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോകാനാ? ഈടായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആ ഓട്ടോറിലും വിളക്കിലൊക്കെ ഒരു കണ്ണുണ്ടായിക്കോട്ടെ. രണ്ടാമത് അങ്ങ് പറഞ്ഞു വിശ്വാസികൾ, ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം BJP-ക്കാണോ? സ്ഥിരം പല്ലവി. വക്കീലെ, ഞാൻ ചോദിച്ചോട്ടെ, ശബരിമല വിശ്വാസികളുടെ, അയ്യപ്പ വിശ്വാസികളുടെ, ദൈവ വിശ്വാസികളുടെ, ക്ഷേത്ര ആചാര വിശ്വാസികളുടെ അട്ടിപ്പേറവകാശത്തിൽ ഒരു അവകാശം സംഘപരിവാറിനും BJP-ക്കുണ്ടെന്നേ നിങ്ങൾക്കുണ്ട? മറുപടി പറയടാ. ഞങ്ങൾക്ക് അത് കൃത്യമായ അവകാശമുണ്ട്. കാരണം ആ വിശ്വാസത്തിന്, ആചാരത്തിന്, ആ കൃത്യമായിട്ടുള്ള ദേവീദേവ സങ്കല്പങ്ങളെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്ന വിഭാഗത്തെ പരിരക്ഷിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ ഇറങ്ങിയവരാണ് ഞങ്ങൾ. അന്നൊന്നും ഇല്ലാതിരുന്ന സ്നേഹവും കൊണ്ട് നിങ്ങൾ ഇപ്പൊ വന്നപ്പോ അസ്വസ്ഥത തോന്നി, തെറ്റുണ്ടോ? അവർക്ക് വേണ്ടി തല്ലുകൊണ്ടവരാണ് ഞങ്ങൾ, അവർക്ക് വേണ്ടി കല്ലേറ് കൊണ്ടവരാണ് ഞങ്ങൾ, അവർക്ക് വേണ്ടി ജയിലിൽ പോയവരാണ് ഞങ്ങൾ. വേറെ ഒരുപാട് ഭക്തർ പോയി, ഒരുപാട് സംഘടനകളുടെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതിൽ മുൻപന്തിയിൽ നിന്നവരാ ഞങ്ങൾ. കുറച്ചൊക്കെ അട്ടിപ്പറ അവകാശം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എന്താ അവകാശമുള്ളേ? നിങ്ങൾ നവോത്ഥാന മതിൽ കെട്ടിയവരാ? ഞാനും മാഷും ഒക്കെ പുരോഗമനവാദികളാ. നിങ്ങൾ അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കാൻ നടന്നവരാ? കഷ്ടം. 18 പടിയുടെ അർത്ഥം അറിയോ? വിദ്യ, അഷ്ടരാഗങ്ങൾ, ഇന്ദ്രിയങ്ങൾ വല്ലതും അറിയോ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരിക്കുന്ന ആളുകൾക്ക്? പിന്നെ എന്ന് പറഞ്ഞ കോപ്പല്ലേ. എള്ളുതിരി എന്താണെന്നറിയോ നിങ്ങൾക്ക്? പൂജ എന്താണെന്നറിയോ നിങ്ങൾക്ക്? പുഷ്പാഞ്ജലി എന്താണെന്നറിയോ നിങ്ങൾക്ക്? വിഗ്രഹം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് ഉറപ്പിക്കുന്ന സംവിധാനം എന്താ അറിയോ നിങ്ങൾക്ക്? കേട്ടിട്ടില്ലെന്നോ? കേട്ടിട്ട് പോലും ഇല്ലെന്ന്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ അവകാശ ശബരിമല നടത്താനായിട്ട്? ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ അദ്ദേഹം ആ വേദിയിലേക്ക് വരിക? ഞാൻ കയറിച്ചെല്ലും, ചുമ്മാ കയറിച്ചെല്ലൊന്നുമില്ല, പിന്നെ നല്ലോണം വലിഞ്ഞു കയറിച്ചെല്ലും. കറുപ്പെടുത്ത് മാലയിട്ട് ഇരുമുടിക്കെട്ടേന്തി പോകുന്ന അയ്യപ്പന്മാരുടെ സംഗമത്തിൽ 3000 പേരും കറുപ്പെടുത്ത് വന്ന എങ്ങനെയാ സാറേ നിങ്ങളുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് വരിക? ഓന് പേടിയല്ലേ കറുപ്പ്? അത് പോയിന്റ്. ഓൻ കറുപ്പിനെ അംഗീകരിക്കാം? കറുപ്പ് പേടിയല്ലേ? ഇങ്ങനെ പേടിച്ചുള്ളൊരു ജീവിതം നിനക്ക് വേണോ പ്രഭേ? അയ്യപ്പനെ കുറിച്ച് പറയാനോ വിശ്വാസത്തെ കുറിച്ച് പറയാനോ നിങ്ങൾക്ക് എന്താ അവകാശം? വലിയ നിരീശ്വരവാദിയായ അച്ഛനെ ഈ വിശ്വാസം തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു സംഗമമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടുന്ന ചർച്ചകൾക്ക് വിവിധ ക്ഷേത്രങ്ങൾ, നിങ്ങൾക്ക് എത്ര ക്ഷേത്രം ഉണ്ടെന്നറിയോ കേരളത്തില്? A few moments later. ഹിന്ദുവിന്റെ മറുപടി പറ. അല്ല വിശ്വാസികള്, അല്ല ഞാൻ വിശ്വാസത്തിന് ഞാൻ അമ്പലത്തിൽ പോണെങ്കിൽ അത് BJP ഔദാര്യത്തിലാണ്ട. ഞാൻ ഹിന്ദു ആണെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകും. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. അത് എന്റെ അവകാശമാണ്, അല്ലാതെ BJP പറയണ്ട. അമ്പലത്തിൽ പോകണമെങ്കിൽ ഹിന്ദുവിന് BJP-യുടെ ഔദാര്യം വേണ്ട. പക്ഷെ ആ അമ്പലത്തെ നശിപ്പിക്കാനും അമ്പലത്തിൽ പോകുന്നവർക്കെതിരെ നവോത്ഥാന മതിൽ കെട്ടാൻ
കെട്ടാനും വന്നാൽ അത് BJP കൃത്യമായി പ്രതിരോധിക്കുമെന്ന് വസന്ത് ഒന്ന് മനസ്സിലാക്കിക്കോ. എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം എന്താടാ? അഡ്വക്കേറ്റ് സതീഷ് ഒറ്റ ചോദ്യം. അഡ്വക്കേറ്റ് സതീഷ് വസൻ നിങ്ങൾക്കാരാണ് വെട്ടിപ്പേർ അവകാശം തന്നത്? നിങ്ങൾക്ക് ശബരിമല അയ്യപ്പനെ നവോത്ഥാന മതിൽ കെട്ടാൻ വെട്ടിപ്പേർ അവകാശം തന്നാരാണ്? വിശ്വാസികളുടെ ആചാരം എങ്ങനെ നടത്തി നിങ്ങൾ വെട്ടിപ്പേർ അവകാശം തന്നത് ആരാണ്? എന്റെ അടിസ്ഥാനത്താണ് ഈ ദേവാലയങ്ങളെ മുഴുവൻ തച്ചുടച്ച് ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കണമെന്ന് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ആരാണ്? അത് വേണ്ട. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നു, നിങ്ങൾക്ക് അയ്യപ്പ ഭക്തരോട് വിശ്വാസികളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, കൂറുണ്ടെങ്കിൽ, ആൾക്കാരാ സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒറ്റ ചിന്തല്ലേ ഉള്ളൂ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുമെന്ന പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. താങ്കൾക്ക് മറുപടി ഇല്ല എന്ന് വ്യക്തമായി. പിന്നെ തന്നെ എന്തിനാ കെട്ടിയെടുത്തത്?